സെഷനുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ആവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. നമ്മള് സ്ക്രീന് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ? എന്റെ സ്ക്രീന് കാണുന്നില്ലേ? എന്റെ സ്ക്രീന് കാണുന്നില്ല അല്ലേ മാഡം? യെസ്, ശരി. ഇതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഞാനൊരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഇതിനോട് കൂടെ ഇത് എൻ്റെ ഒരു ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ആണ്. ഇത് എങ്ങനെയോ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോച്ചിങ് നൽകിയല്ല. ഞാൻ തന്നെ നേരിട്ടിട്ട് പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഇടപെടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നത്തെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഒരു ഫീൽഡിൽ ഞാൻ 4 വർഷമായി. ഓൾറെഡി ഞാൻ വേറെയും 4 ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെയാണ് ഇതൊരു പാഷൻ നിലയ്ക്ക് ഞാൻ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടുതൽ ആൾക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന ക്ലയൻസുകളെ നിങ്ങൾ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ക്ലയൻസുകളായിട്ടുള്ള നിങ്ങളെ ഈ രീതിയിൽ ഞാൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത്. എൻ്റെ ഒരു ബിഫോർ ഫോട്ടോ ആണ്. ഈ ഫോട്ടോയിൽ നിന്നാണ് എനിക്ക് ഇതുപോലെ ഒരു മാറ്റം എനിക്ക് സാധിച്ചത്. ഏകദേശം ഒരു 51 കിലോ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ബോഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ ലെവൽ 3 സർട്ടിഫിക്കറ്റ്സും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്തത്. ഇപ്പോ ഇതിൽ പുതിയതായിട്ട് വന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പല ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടൈമിനെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് കലണ്ടർ എന്നുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇതിൽ നിങ്ങളുടെ പ്രോഗ്രാംസുകൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ നമ്മളുടെ പ്രോഗ്രാമുകൾ അപ്ലോഡ് ചെയ്യുന്നത് ഡോക്യുമെന്റ് ഫയൽ വഴിയാണ്. ആദ്യം നിങ്ങൾക്ക് ഓൺബോർഡിംഗ് സെഷനിൽ നൽകിയിട്ടുണ്ടായിരുന്ന ഡോക്യുമെന്റ് ഫയലാണ്. ഇതിനും ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ നമ്മളുടെ ട്രാക്കർ അപ്ലോഡ് ചെയ്യേണ്ട ഷീറ്റാണ് എക്സൽ ഷീറ്റ് വഴി നമ്മൾ നൽകിയിട്ടുള്ളത്. അതിനും ആപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ പോർട്ടൽ, നമ്മളെ റെക്കോർഡ് സെഷനുകൾ ഉള്ളത് നമ്മുടെ LMS പ്ലാറ്റ്ഫോമായിട്ടുള്ള ടാഗ് മാംഗോയിലാണ്. ഇതിൽ ഇപ്പോൾ 5 ദിവസത്തെ ഒരു ക്യാമ്പാണ് ആദ്യം നടക്കുക. അതിനുശേഷം 7 ഡേയ്സ്, അതിനുശേഷം 21 ഡേയ്സ്, അതിനുശേഷം 45 ഡേയ്സ്, അതിനുശേഷം 6 മന്ത് പാക്കേജ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഘട്ടം പോകണം. ഓരോ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പുതിയത് നിങ്ങൾക്ക് ഇതിൽ ഓപ്പൺ ആവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നമ്മളൊരു 21 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് നടക്കുന്നുണ്ട്. അതിന്റെ മാനദണ്ഡം നമ്മൾ പറഞ്ഞിരുന്നു. ഇത് കേരളത്തിൽ ഒട്ടാകെ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഫസ്റ്റ് പ്രൈസ് നമ്മൾ 20,000 കൊടുക്കുക, സെക്കൻഡ് പ്രൈസ് 10,000 രൂപ, തേർഡ് പ്രൈസ് 5,000 രൂപ. അപ്പൊ ഇതിന്റെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. പോലെ നിങ്ങൾ ആദ്യം ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആഴ്ചയും ഇതുപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നിലവിലുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നാനും അതിനെ ട്രാക്ക് ചെയ്യാനും ഏറ്റവും കൂടുതൽ സഹായിക്കും. കാരണം ഞാൻ അന്ന് എടുത്ത് വെച്ച ആ ഫോട്ടോ ആണ് ഇപ്പോഴും എന്നെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നതും മുന്നോട്ട് നയിപ്പിക്കുന്നതും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ 21 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ചിൽ നിങ്ങൾ വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഗ്രീൻ മെമ്പർ ആകണം. ഗ്രീൻ മെമ്പർ ആകാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ സമ്മാനം ഉള്ളത്. ഓക്കെ, നമ്മളെ ഏറ്റവും മെയിൻ കോർ ഗ്രൂപ്പാണ് ഈ BTC എന്ന് പറയുന്ന ഗ്രൂപ്പ്. എല്ലാവരോടും ചിലപ്പോൾ പേഴ്സണലായിട്ട് പലപ്പോഴും സംസാരിക്കാൻ അല്ലെങ്കിൽ ഇൻ ഡെപ്ത് സംസാരിക്കാൻ കഴിഞ്ഞോളന്നില്ല. അതിന് വേണ്ടി നമ്മൾ മീറ്റിംഗ് കൂടാറുണ്ട്. നമ്മൾ കഴിയുന്നതും നമ്മൾ ഈ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഫോട്ടോ, വെയിറ്റ്, നിങ്ങളെ ഫീഡ്ബാക്കുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിന്റെ അപ്ഡേഷൻ ഇതൊക്കെ ഇതിലേക്ക് നിങ്ങളെ എക്സൽ ഷീറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ സ്വയം ട്രാക്ക് ചെയ്യായിരിക്കും. കാരണം ഇവിടെ ആരും നിങ്ങളെ പിന്നിൽ കൂടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ തന്നെയാണ് നിങ്ങളെ മൂസ് ചെയ്യുന്നത്.
കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതിനെന്താണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്? ഒന്ന്, നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ഗെയിമത്തോൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ ഇതിനൊക്കെ വിന്നറിനെ പ്രഖ്യാപിച്ച് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കും. നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ എൻഗേജ് ആവുകയും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അപ്ഡേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഗെയിമത്തോൺ എന്ന് പേരിട്ടിട്ടുള്ളത്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. മറ്റൊന്ന് ടാഗ് മാംഗോ, നമ്മുടെ ഡോക്സ് ഫയലിൽ ാണ് നമ്മളെ യഥാർത്ഥത്തിൽ മനോഭാവം, നമ്മളെ മൈൻഡ് ഷിഫ്റ്റിംഗ് നടക്കുന്നത് ടാഗ് മാംഗോയിൽ നടക്കുന്ന കോഴ്സുകളും ഡോക്യുമെന്റ് ഫയലിലുള്ള നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഡോക്യുമെന്റ് ഫയലില്ലേ അതിലുള്ള ലിങ്കുകളുമാണ്. അത് ഓരോന്നായിട്ട് നിങ്ങൾ കാണണം. ഓരോരുത്തർക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തത് നിങ്ങൾക്ക് വ്യക്തിഗത നിങ്ങൾക്കുള്ള ഒരു മാർഗനിർദ്ദേശമൊക്കെ തരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓൺബോർഡിങ് സെഷൻ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി നൽകിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് ചിലർക്ക് സമയമില്ലാത്തത് കൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല. എങ്കിൽ തന്നെയും അതിന്റെ ഒരു റെക്കോർഡ് വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട്, അത് കാണാം. നേരിട്ട് നമുക്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളെ ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എക്സൽ ഷീറ്റിൽ നിങ്ങളുടെ കലോറിയെ ട്രാക്ക് ചെയ്യാനാണ്. ഈ കലോറി ട്രാക്കിംഗ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കലോറിനെ നിങ്ങൾക്ക് ഒരു പേജിലേക്ക് മാറ്റിയിട്ട് ആ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അതുവഴി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആൾക്കാർക്ക് നേരിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക് ചെയ്യാൻ അയച്ചുതരാം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റമാണ് നമ്മൾ വരുത്തുന്നത്. സോ നിങ്ങൾ എല്ലാവരുടെയും കോപ്പറേഷൻ ആവശ്യമാണ്. നാളെ തന്നെ 5 കിലോ കുറയണം, 10 കിലോ കുറയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സോറി ടു സേ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. മറിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഫിറ്റ്നസ് ഗോൾ നിങ്ങൾക്ക് കിട്ടും. അതിന് കൃത്യമായ ക്ഷമയാണ് ആവശ്യം. നമ്മുടെ ഒരു കോഡ് ഓഫ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എല്ലാവരും ബഹുമാനിക്കുക, എല്ലാവരോടും നല്ല മാന്യതയോട് കൂടിയിട്ട് പെരുമാറുക. മാത്രമല്ല നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ജീവിതശൈലിയിലൊക്കെ മാറ്റം വരുത്തുക. നിങ്ങളോട് തന്നെ സത്യസന്ധതയുള്ള ഒരാളായിട്ട് മാറുക. ഇത് കേട്ടോ, ഇതൊക്കെ നമ്മുടെ ടീമിലുള്ള ആളുകൾ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതിൻ്റെയൊക്കെ ഫോട്ടോസ് ചെയ്ത് വെച്ചിട്ട് തന്നെ നല്ല നല്ല റെസിപ്പികൾ ഓരോരുത്തർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ മറ്റുള്ളവർ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് വേറെ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. എനിവേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് റിയലി അപ്രീഷിയേറ്റ് പറയണം, എല്ലാവിധ ആശംസകളും അറിയിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലേക്ക് ഞാൻ പോവുകയാണ്. എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓവർ ഈറ്റിംഗ്. എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഒബീസ് ആയത്, നമ്മളെ വെയിസ്റ്റ് ലൈൻ കൂടിയത് അല്ലെങ്കിൽ തടി കൂടിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, നമുക്ക് ആർത്തി ഉണ്ടാവാണ്, അല്ലെ? ക്രേവിങ്. ഇതിനെങ്ങനെ നിയന്ത്രിക്കാം? എല്ലാവർക്കും ഉള്ള, പല ആൾക്കാർക്കും നിയന്ത്രണം വന്നിട്ടുണ്ട് എങ്കിൽ തന്നെ തുടക്കത്തിലൊക്കെ പല ആൾക്കാർക്കും നിയന്ത്രണം ഇല്ലാതായി പോകുന്നത് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് തോന്നിക്കുന്ന ആളുകൾക്ക്, കാരണം ഇതിലുള്ള അധികം ആൾക്കാരും ബിസി ഷെഡ്യൂളിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ക്രേവിങ് എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതിന്റെ പ്രധാന കാരണം മനസ്സിലാക്കിക്കോളി. ശരീരത്തിന് എന്തെങ്കിലും പോഷകക്കുറവ് നേരിടുന്ന സമയത്താണ് നമുക്ക് ക്രേവിങ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് വേറെ ഭക്ഷണത്തിന് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ശരീരത്തിന് കൃത്യമായി പോഷകങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ്. ഇതൊരു കാരണമാണ്. ഇതുപോലത്തെ പല കാരണങ്ങളുണ്ട്. ഓക്കെ, പിന്നെന്തായിരിക്കും കാരണം? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഓൺ ആണ്, അതിൽ ടൈപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു പോവാണ്. രണ്ടാമത്തെ ഒരു കാരണം ഞാൻ കാണുന്നത് ഇമോഷണൽ ആയിട്ട് ഉണ്ടാകുന്ന കുറച്ച് വ്യത്യാസങ്ങളാണ്. ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ വിശുദ്ധ റമദാൻ നടക്കുകയാണ്, അതേപോലെ മറ്റു മതസ്ഥരിലൊക്കെ നോയമ്പും അതേപോലെ ആഘോഷങ്ങളും ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ സന്തോഷങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളെ കേരളീയ ഒരു രീതി എന്ന് പറയുന്നത് ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു പ്രകൃതിയാണുള്ളത്, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മളെ കൊണ്ട് കഴിപ്പിക്കും. നോ എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. അതേസമയം ആ ഭക്ഷണത്തിൽ നമ്മളെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ തിരഞ്ഞെടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതിരിക്കുന്ന സമയത്ത് എന്താണ് കിട്ടിയത് അത് വാരി വലിച്ച് കഴിക്കും. ശേഷം നീക്കുന്ന സമയത്ത് ഞാൻ ഇത്ര കഴിച്ചല്ലോ എന്നുള്ള ഒരു കുറ്റബോധം
നമുക്ക് തോന്നി ചെയ്യും. എന്നാൽ ഇപ്പോൾ ഞാൻ സന്തോഷകരമായിട്ട് പറയട്ടെ, ഇങ്ങനെ പറഞ്ഞിരുന്ന പല ആൾക്കാരും ഇപ്പോ നമ്മളെ ഈ ടീമിൽ വന്ന് മുഴുവൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഭാഗികമായിട്ട് അവരിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അത് അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. പിന്നെന്താ ക്രേവിങ് വരാനുള്ള ഒരു പ്രധാന കാരണം? സീസണിലായിട്ട് ഉണ്ടാവുന്ന അവസ്ഥകൾ. ഇപ്പൊ ഉദാഹരണം മഴ വരികയാണ്, അപ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളുടെ കൂടെ പോവുകയാണ്, അല്ലെങ്കിൽ ടൂർ പോവുകയാണ്, ഇതൊക്കെ സീസണായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചായയും അല്ലെങ്കിൽ ചായക്കടിയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഈ കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ക്രേവിങ് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ബാലൻസ് കണ്ട് തെറ്റും ചെയ്യും, നല്ല രീതിയിൽ നമ്മൾ ഇട്ടേക്ക് ചെയ്യും. പിന്നെ വേറൊരു കാരണമാണ് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുന്നത്. ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ മെൻസസ് ഉണ്ടാവുമ്പോൾ ചോക്ലേറ്റ് തിന്നാന് പല സ്ത്രീകളും പറയുന്നതാണ്, നല്ല സ്ട്രെസ് കൂടുന്ന സമയത്ത് ഫുട്ടി ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവണം. പിന്നെ അതേപോലെ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള രീതിയിൽ ഒരു റിസ്ട്രിക്ഷൻ ഉണ്ടാക്കി. ഞാൻ പല ആൾക്കാർക്കും പ്രോപ്പർ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു റിസ്ട്രിക്ഷൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. മറിച്ച് നിങ്ങളിൽ കലോറി ഡെഫിഷ്യൻസി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അതിന്റെ ആക്ഷൻ നിങ്ങൾ എടുത്തോളൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ധാരാളം ഫുഡുകൾ, ധാരാളം പരിപാടികൾ, ധാരാളം ട്രീറ്റുകൾ നമ്മളെ മുന്നിലേക്ക് എത്തും. അപ്പോഴും നമ്മളെ കൺട്രോൾ പോകും. അപ്പോൾ ക്രേവിങ് നമുക്ക്, ശരിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. നമുക്ക് റിസൾട്ട് വേണ്ടേ? ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എത്ര കാലം എത്ര കാലം എന്റെ പരിചയത്തിലുള്ള ഒരു കുടുംബക്കാരുണ്ട്. എന്റെ മകളുടെ നല്ല അടിപൊളിയായിട്ട് 5 കിലോ 10 കിലോ ഒക്കെ കുറഞ്ഞ് അവരുടെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഇമ്പ്രൂവ് ആയി നല്ല മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഈ ആള് ഒരു സുപ്രഭാതത്തില് മകളുടെ കല്യാണം ആണ്, ഈ കുറച്ച് ഞാൻ ഡയറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ് എന്ന് പറഞ്ഞു പോയ ആള് പിന്നെ അവരെ ഓവർ വെയിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ അവർക്ക് സാധനങ്ങൾ പോലും പൊക്കിയെടുക്കാൻ പറ്റുന്നില്ല. എത്ര ദൗർഭാഗ്യകരമാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം ഇത് എങ്ങനെയാണ് പരിഹാരം വെച്ചാൽ ഒരു കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒരു 6 പ്രധാനപ്പെട്ട വഴികളാണ് ക്രേവിങ്ങിനെ ഓവർകം ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മളെ വിശപ്പും നമ്മളെ ക്രേവിങ്ങും നമ്മൾ തിരിച്ചറിയണം. വിശപ്പ് ക്രേവിങ് ഇത് രണ്ടും രണ്ടാണ്. വിശക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും. ഉച്ചക്ക് നമ്മളെ മുന്നിൽ ഒരു പറ ചോറ് വന്നു, നല്ല വിശക്കുണ്ട്, നമ്മൾ കഴിക്കും. അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് വിളിക്കുകയാണ്, എടാ നല്ല മന്തി ഉണ്ട്, ഇജ്ജ് വരുമോ കഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു എന്നേ നമ്മൾ പറയുള്ളൂ. എന്നാൽ ക്രേവിങ് വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഫുഡാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുക അല്ലെ. ആ വിശപ്പടക്കാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വയറ്റിൽ നമുക്ക് ഗ്യാസോ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. എന്നാൽ ക്രേവിങ്ങോ ആ നിമിഷ നേരത്തെ ആ തോന്നലിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. കുറച്ച് സമയം ആ മനസ്സിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തനിയെ ആ മൈൻഡ് മാറും. ശരിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു. വിശപ്പ് ഏതാണ്, പുതിയ ഏതാണ് തിരിച്ചറിയണം. കാരണം നിങ്ങൾ ഇനിയും ഐഡിയൽ വെയിറ്റിലേക്ക് പോകും, നല്ല ഹെൽത്തി മൂവ്മെന്റിലേക്ക് വരും, നല്ല വെയിറ്റ് കുറയും, ഇനി പല സാഹചര്യങ്ങളിലേക്ക് പോകും. അപ്പൊ നിങ്ങളുടെ തിരക്കിന്റെ ഇടയിൽ വിശപ്പ് ഏതാണ്, കൊതി ഏതാണ് എന്നുള്ളത് എങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾ വിട്ടു പോണ സമയത്ത് തിരിച്ചറിയണം. വിട്ടു പോകരുത് എന്നാണ് എൻ്റെ വളരെ വിനീതമായ അഭ്യർത്ഥന. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു 1 ടൈം പേയ്മെന്റിന് ലൈഫ് ടൈം ആക്സസ് നൽകിയത്. എപ്പോഴാണ് നിങ്ങളെ മൂഡ് ശരിയാവുക അറിയില്ല. അപ്പൊ ലൈഫ് ടൈം നിങ്ങളെ സെർവ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. ഓക്കെ. രണ്ടാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തി ആവണം അല്ലെ. അപ്പൊ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കാണണം. നമുക്ക് ഭക്ഷണം കഴിക്കണം നമ്മൾ, എന്നാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇന്നത് കഴിച്ചാൽ മാത്രമേ നമ്മൾ ജീവിക്കുള്ളൂ എന്നൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഫുഡിനെ നമ്മൾ കണ്ടെത്തുന്നു. എപ്പോഴും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തോന്നുന്ന സമയത്ത് അതിന് പകരം ആരോഗ്യകരമായിട്ടുള്ള എന്തെങ്കിലും തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റണം. ഇപ്പൊ മധുരം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഈന്തപ്പഴോ, ദാറ്റ് മീൻസ് ഡേറ്റുകളോ, കാരക്ക, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് നമുക്ക് ആ ടേസ്റ്റിന് ഉണ്ടാക്കാം. ഈ വറുത്ത പലഹാരങ്ങൾ കഴിക്കണം തോന്നി കഴിഞ്ഞാലോ നമുക്ക് എന്തൊക്കെ ഉണ്ട്, മക്കാനുണ്ട്, പോപ്കോൺ അല്ലെങ്കിൽ സ്വീറ്റ് കോൺ, ഇതൊക്കെ കഴിക്കാം. ഇനി നമുക്ക് ഇപ്പൊ ക്രീമി ഐറ്റങ്ങളാണ് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഏതാ കഴിക്കാൻ പറ്റുക? തൈര് കൊണ്ട് നിർമ്മിച്ച
വിഭവങ്ങൾ. ഇന്ന് ഞാൻ തൈര് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മയോണീസാണ് ഞാൻ കഴിച്ചത്. സത്യത്തിൽ മയോണീസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏത് രീതിയിലാണ് കിട്ടുക? എണ്ണ ഒഴിച്ച് പച്ച കോഴിമുട്ട ഒഴിച്ച്. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കി കഴിച്ചത് തൈര് കൊണ്ട് നമുക്ക് ക്രീമി ആയിട്ട് മയോണീസ് ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ് ഞാൻ പഠിച്ചത്. ഓരോ ദിവസം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഡിഷ് കണ്ടിട്ടാണ് ഞാൻ അതുപോലെ ഉണ്ടാക്കിയത്. പിന്നെ അടുത്ത നമ്മുടെ ക്രേവിങ്ങിനെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. പലപ്പോഴും 70% നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് വെള്ളം ആവശ്യമാണ്. നമ്മളെ സുഹൃത്തുക്കൾ അറിയുന്നില്ല. വെള്ളം കുടിക്കണല്ലോ, വെള്ളം കുടിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ച് പിന്നെ വെള്ളം കുടിക്കാൻ പറ്റാത്ത സാഹചര്യം നമുക്ക് വരുമ്പോൾ പിന്നെ അത് കുടിക്കാൻ കഴിയില്ല. ഇതിന് പല മെത്തേഡുകളുണ്ട് വെള്ളം കുടിക്കാൻ. നമ്മുടെ ശരീരത്തിൽ ദാഹിക്കുന്ന സമയത്ത് മാത്രമല്ല വെള്ളം കുടിക്കേണ്ടത്. നമ്മുടെ ശരീരം എപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ഫുൾഫിൽനെസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇതിന് നമ്മൾ എന്തൊക്കെ ചെയ്യാം? പഴങ്ങൾ, പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള വെള്ളങ്ങൾ, അതായത് ഡീടോക്സിഫിക്കേഷൻ വാട്ടർ എന്ന് പറയാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിന്റെ അളവ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. പിന്നെ അടുത്തൊരു നാലാമത്തെ ഒരു പോയിന്റ് ആണ്, നമ്മൾ എപ്പോഴും ബിസി ആവും. ഈ വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ജങ്ക് ഫുഡൊക്കെ കഴിക്കാൻ തോന്നും. ഇപ്പൊ രാത്രി നിങ്ങൾ ഉറക്കൊഴിച്ചിരുന്ന് നോക്കി, നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി തോന്നും. ഒരു വർക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി തോന്നും. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് നിങ്ങൾ അടുത്ത വേറെ കാര്യം, പോസ്റ്റ് പോൺ ചെയ്യും. ഉദാഹരണം, ഇന്ന് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തോന്നി, അപ്പൊ നിങ്ങൾ ഒരു ശബ്ദം ചെയ്യാം, അടുത്ത ശനിയാഴ്ച വേണ്ടിയിട്ട് മാറ്റിയാലോ. അന്ന് നമുക്ക് വീക്കെൻഡിലെ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പൊ ബർഗർ കഴിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും കഴിക്കില്ല എന്നൊരു ചിന്തിക്കുന്നതിന് പകരം അത് അടുത്ത ആഴ്ച കഴിക്കുക എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു. അങ്ങനെയെങ്കിൽ ആ സമയത്തുള്ള സമയത്ത് നമുക്ക് ആ കൊതിയാണ് മാറിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന ക്രേവിംഗ് എന്നുള്ളത് സാധാരണയായിട്ടൊരു കാര്യമാണ്. നമ്മൾ മനുഷ്യന്മാരാണ്. എല്ലാ ഭക്ഷണങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കാൻ നമുക്ക് പറ്റൂല. എല്ലാ ഭക്ഷണത്തിൽ നിന്നും ആരോഗ്യകരമായ ഭക്ഷണത്തോടൊപ്പം മിതമായിട്ട് ഇഷ്ടഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ഇവിടെ അറിയേണ്ടത് കലോറിനെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലപ്പോഴും തുടക്കത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ മുന്നോട്ട് വന്നിരുന്ന ആള് ഇപ്പോ നല്ല അടിപൊളിയായിട്ട് അവരുടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട്. ഓരോ ദിവസം ഞാൻ അവരുടെ മാറ്റം കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ എന്റെ ശബ്ദം ഓഡിയബിൾ ആണല്ലേ? എന്റെ ശബ്ദം ഓഡിയബിൾ ആണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഇതുപോലത്തെ ആക്ടിവിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ പിന്തുടർന്നിട്ട് നല്ല രീതിയിൽ ഹെൽത്തി ആവാനും ഫിറ്റ് ആവാനും ഒക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കൊണ്ടുവരും. അങ്ങനെയുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് വളരെ വിനീതമായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഡെയിലി ബേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കണ്ടോ നിങ്ങൾ? ഇതൊരു എക്സൽ ഷീറ്റാണ്. ഈ എക്സൽ ഷീറ്റിൽ അപ്പോൾ ഇവര് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ടോട്ടൽ കലോറി, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അപ്പൊ ഇത് ഡെയിലി നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരും. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളെ കുറിച്ചിട്ടൊരു ബോധം വരും. ഓക്കെ, വേറൊരു കാര്യമാണ്, ഇതേപോലെ ഇനി നിങ്ങൾക്ക് അങ്ങനെ എക്സൽ ഷീറ്റിൽ എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പേപ്പർ വഴി എഴുതാം. ഒരു നമ്മുടെ മുഖത്തുള്ള ഒരു ചേച്ചി എഴുതിയതാണ്. അവരുടെ കഴിക്കുന്ന ഭക്ഷണം, ഒരു ദിവസം ഡേറ്റ്, പിന്നെ പ്രോട്ടീൻ, ഫാറ്റ്, കാർബ് എത്രയാണ്, ഫൈബർ എത്രയാണ്, കലോറി എത്രയാണ്, ഇതൊക്കെ ഇവര് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് സാധ്യമാണ്. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോണ സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഒരു സംശയവുമില്ല. കാരണം എത്രത്തോളം നമ്മൾ ഇതിലേക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഏ, വേറൊരു കാണിച്ചു തരാം. നമ്മുടെ കൂട്ടത്തിലുള്ള വേറൊരാള് ചെയ്തതാണ്. ഇത് കഴിഞ്ഞ ഡിസംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന വെയിറ്റ് 82, ബേസ് ലൈന് 99. പിന്നെ അദ്ദേഹത്തിന് കലോറിയിൽ വന്ന വ്യത്യാസം, ഓരോ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടായ വെയിറ്റിന്റെ വ്യത്യാസം നോക്കി 82-ൽ നിന്ന് അദ്ദേഹം 78-ലേക്ക് 75-ലേക്ക് വരെ എത്തി. അപ്പൊ എങ്ങനെ സാധിച്ചു ഇത്? അപ്പൊ ട്രാക്കിംഗ് എന്നുള്ളത് വളരെ പ്രധാനമാണ്, സാധ്യമാണ്. അപ്പൊ അതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാൻ.
ഇതിനൊക്കെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ആഷിഖ് ബ്രോ